നമ്മുടെ കൊയിലാണ്ടിയിൽ ഒരു സ്ഥാപനമുണ്ട്, നെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അറിയായിരിക്കും അല്ലേ? അവിടെ യൂനിസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അവൻ പറഞ്ഞതാ. യൂനിസും സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഇപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളില്ലേ, തെരുവിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട കുട്ടികൾ, ആ കുട്ടികളുടെ കൂട്ടത്തിലെ സ്പെഷ്യലായ കുട്ടികളെ സംരക്ഷിക്കാനൊരു കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുട്ടികളെ ആളുകൾ ദത്തെടുത്ത് കൊണ്ടുപോകും, അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മിക്കവാറും അമേരിക്കയിലേക്ക് ഇറങ്ങി കൊണ്ടുപോകും. സർക്കാർ വഴി ഉള്ള ചാനലിലാണ് ഇത് നടക്കുക. അങ്ങനെ കഴിഞ്ഞ റംസാൻ കാലത്ത്, നോമ്പ് കാലത്ത് അമേരിക്കയിൽ നിന്ന് ഒരാൾ വന്നൊരു കുട്ടിയെ കൊണ്ടുപോകാം. ആ കുട്ടി സ്പെഷ്യലാണ്, എല്ലാ കുട്ടികളും സ്പെഷ്യലാണ്. ഈ കുട്ടിക്ക് കൈയും കാലൊന്നും ചലിപ്പിക്കാൻ കഴിയില്ല, വേറെയും കുറേ വിഷമങ്ങളുണ്ട്. ഈ കുട്ടിയെയാണ് അയാൾ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. അങ്ങനെ കുറച്ച് ദിവസം ഒരുമിച്ച് താമസിക്കുകയൊക്കെ ചെയ്ത് ഇവർ പോവുക, കുട്ടിയും കൊണ്ട് പോവുക. ആ സമയത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് യൂനിസിന് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഫാമിലി ഫോട്ടോ കണ്ടപ്പോൾ അതിലൊരു മോളുണ്ട്. സാധാരണ അഡോപ്റ്റ് ചെയ്യാറുള്ളത് കുട്ടികളില്ലാത്തവരല്ലേ, കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരാണല്ലോ അഡോപ്റ്റ് ചെയ്യുക. ഇയാൾക്ക് ഓൾറെഡി ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ യൂനിസ് ചോദിച്ചു, പിന്നെന്തിനാ അഡോപ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇയാൾ പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. യൂനുസ്, എനിക്ക് 6 വയസ്സുള്ള സമയത്ത് ഒരു ദിവസം എൻ്റെ അച്ഛൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഒരു കുഞ്ഞിനെ തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് നിൻ്റെ വാവയാണ് കേട്ടോ, നിൻ്റെ ബേബിയാണ് കേട്ടോ. ഞാൻ എൻ്റെ ബേബിയാണതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ തന്നെ അവന് ഞങ്ങളുടെ കൂടെ വളരുന്നു, പഠിക്കുന്നു, സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു. എന്നവന് വലിയ എൻജിനീയറാണ് ഇവിടെ അമേരിക്കയിൽ. പിന്നെ കുറേ വലിയ കുട്ടിയായപ്പോൾ എനിക്ക് മനസ്സിലായി, തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടൊരു കുട്ടിയെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തന്നതാണ്. യൂനുസ്, അച്ഛൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ബേബിയെ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്ന അച്ഛനാണ്. എൻ്റെ മോൾക്ക് ഇപ്പോൾ 6 വയസ്സായി. അവളുടെ കൂടെ സമയം ചെലവഴിക്കാനോ, അവൾക്ക് അവളുടെ സ്കൂളിൻ്റെ മീറ്റിങ്ങിൽ പോകാനോ, അവളുടെ കഥകൾ കേൾക്കാനോ ഒന്നും സമയമില്ലാത്തൊരു അച്ഛനാണ് ഞാൻ. മേജറാണ്, അവിടെ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ്. എന്നിട്ട് അദ്ദേഹം പറയാം, ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് ചെല്ലും. എൻ്റെ മോള് സർപ്രൈസ്ഡ് ആവും. അവളുടെ കയ്യിലേക്ക് ഞാൻ ഈ വീൽ ചെയർ ഇങ്ങനെ കൊടുക്കും. എന്നിട്ട് പറയും, നിൻ്റെ ബേബിയാണ് കേട്ടോ. അവൾക്ക് ഇപ്പം അതെന്താണെന്ന് മനസ്സിലാവില്ല, അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും അവൾക്ക് മനസ്സിലാവില്ല. കുറേ കാലം കഴിഞ്ഞ് ഞാനിപ്പോൾ യൂനിസിനോട് സംസാരിച്ചതുപോലെ എൻ്റെ മോൾ ആരോടെങ്കിലുമൊക്കെ പറയും, അത് മതി. അവളുടെ മനസ്സിൽ അച്ഛൻ എന്ന് പറയുമ്പോൾ ഈ ബേബിയെ കൊണ്ടുവന്ന് കൊടുത്ത ഒരാളുടെ മുഖം അവളുടെ ഉള്ളിൽ ഉണ്ടാവും. യൂനുസ്, എനിക്കത് മതി. എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എല്ലാവരെ കൊണ്ടും പറ്റും. ചിലർ മീനിങ് ഫുള്ളായിട്ട് എക്സിസ്റ്റ് ചെയ്യും. മനുഷ്യന്മാരുടെ മനസ്സിൽ അവരിങ്ങനെ ചില ഓർമ്മകൾ പാകി അവർ പോകും. ജീവിച്ചു എന്ന് തോന്നുന്നൊരു ജീവിതം അവർ ജീവിക്കും അല്ലേ? നമുക്ക് അവസാനിപ്പിക്കല്ലേ? വെരി ഗുഡ്, താങ്ക് യു. ഇത്രയും നേരം സഹിച്ചതിന്, ഇത്രയും ശാന്തമായി എനിക്ക് സംസാരിക്കാൻ പറ്റി. പറഞ്ഞ പോലെ വളരെ വളരെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അത് എനിക്ക് എത്ര പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല, പക്ഷെ അതാണ് പറഞ്ഞത്. ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന കുറച്ച് നിമിഷങ്ങൾ. സോമൻ കടലൂർ എന്ന് പറഞ്ഞൊരു കവിയുണ്ട്, പുള്ളിയുടെ ഒരു കവിതയുണ്ട്, അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. കൈമാറിയ സമ്മാനങ്ങൾ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം. കൈമാറിയ സമ്മാനങ്ങളില്ലേ, അതൊക്കെ വേർപിരിയാൻ നേരം തിരിച്ചേൽപ്പിക്കാം. എന്തൊക്കെയാ? കൊക്കുരുമ്മുന്ന അരയന്നങ്ങളുടെ സ്ഫടിക ശില്പം, കാട്ടുമരത്തിൽ കൊത്തിയ കുഞ്ഞാന, വൈരക്കല്ല് പതിച്ച മോതിരം, പിറന്നാളിന് കൈമാറിയ ഉടുപ്പുകൾ, പ്രണയം കുറിച്ചിട്ട കാവ്യപുസ്തകം, എല്ലാം പരസ്പരം പരാതികളില്ലാതെ കൈമാറാം. പക്ഷേ എടോ, തിരിച്ചേൽപ്പിക്കാനാവില്ല. സ്നേഹം എടുത്തപ്പോഴും കൊടുത്തപ്പോഴും നമ്മൾ കോരിത്തരിച്ച നിമിഷങ്ങളുടെ പേരാണ്
ശരിക്കും ജീവിതം. അത് കുറച്ചേ ഉണ്ടാവും. വെയിൽ വെള്ളത്തിലേക്കെന്ന പോലെ നീ പ്രവേശിച്ചില്ലേ, മഞ്ഞുതുള്ളി ഇലയിൽ നിന്നെന്ന പോലെ പിരിഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ നന്ദിയുണ്ട് നിന്നോട്, കുറച്ച് നേരത്തേക്കെങ്കിലും ഈ കെട്ടിക്കിടപ്പിനെ നീ സ്ഫടികം എന്ന് തോന്നിച്ചു. ഈ സ്ഫടികം എന്ന തോന്നിപ്പിക്കൽ തരുന്ന കുറച്ച് മനുഷ്യന്മാർ, കോരിത്തരിച്ച നിമിഷങ്ങൾ തരുന്ന കുറച്ച് മനുഷ്യന്മാർ, കുറച്ച് മൊമെന്റ്സ്, ഇത് രണ്ടുമാണ് ജീവിതം. ആവർത്തിച്ചു പറയുന്നു, മരണത്തിൻ്റെ മുഖത്തിരിക്കുമ്പോഴും ജീവിതത്തിൻ്റെ അവസാനത്തെ ശ്വാസത്തിൻ്റെ തുമ്പിൽ പിടിച്ചു നിൽക്കുമ്പോഴും നമ്മുടെ ഓർമ്മയിലേക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. കുറച്ച് നിമിഷങ്ങൾ, കുറച്ച് മുഖങ്ങൾ. മനുഷ്യരുടെ ഉള്ളിൽ നമ്മളുണ്ടാവട്ടെ, കുറച്ച് മനുഷ്യന്മാരുടെ ഉള്ളിൽ നമ്മൾ ജീവിക്കട്ടെ. അതാണ്. എത്ര കൊല്ലം ജീവിച്ചു എന്നുള്ളതൊന്നൊരു വിഷയമേ അല്ല, നമ്മൾ എന്താണ് ബാക്കി വയ്ക്കിയതെന്നുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ചിത്രകാരനായ ഒരാൾ ആകെ 6 വയസ്സ് വരെ ജീവിച്ചു. ക്ലിൻ്റ് എന്നാണ് പേര്. 1500 ചിത്രങ്ങളാണ് വരച്ചത്. സ്വാമി വിവേകാനന്ദൻ ആകെ ജീവിച്ചത് 39 കൊല്ലം. അറിയോ? 39 കൊല്ലം. ഞാനിപ്പോൾ 39 കൊല്ലം പൂർത്തിയാക്കിയിട്ടുള്ളൂ. നമ്മുടെ ആയുസ് ഒരാൾ അവസാനിച്ചു. എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെ? പക്ഷേ ഗ്രേസ്ഫുൾ എൻഡ് ആയിരുന്നു. എന്താണ് ഗ്രേസ്ഫുൾ എൻഡ്? ഉന്നതമായ മനോഹരമായ ഒരവസാനം. അങ്ങനെ ഒരു ഗ്രേസ്ഫുൾ എൻഡായിരിക്കട്ടെ ഈ ആയുസിൻ്റെ ഒടുവിലുള്ള ശ്വാസം. കുറേ മനുഷ്യരുടെ മുന്നിൽ മനസ്സിൽ നമ്മൾ ബാക്കിയാവട്ടെ അല്ലേ? ഈ നിമിഷവും മനോഹരമാണ്. ഇന്ന് തിരിച്ചു പോയിട്ട് പറ്റുമെങ്കിൽ നമ്മൾ എന്നോ മുറിഞ്ഞു പോയൊരു മനുഷ്യൻ, മറന്നുപോയൊരു മനുഷ്യൻ, പാതി വഴിയിൽ ഉപേക്ഷിച്ചൊരു സൗഹൃദം, മറക്കാൻ ശ്രമിക്കുന്നൊരു മുഖം, ഒരാളില്ലേ, അയാൾക്ക് പറ്റുമെങ്കിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോൾ. കുറേ കാലമായിട്ട് തെറ്റി നിൽക്കുന്നൊരു ചേട്ടനും അനിയനുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞതാ, അതുപോലെ പറഞ്ഞു നമ്മളൊരു പ്രോഗ്രാമിൽ. പിറ്റേന്ന് ആ അനുജൻ വിളിച്ചു, ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചു. ഒരേ ഒരു വാക്കാ ചോദിച്ചത്, എടാ ചേട്ടായി ഞങ്ങൾക്ക് സുഖമൊക്കെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. 4.5 വർഷത്തിന് ശേഷം, എടാ ചേട്ടായി നിനക്ക് സുഖം തന്നെ അല്ലേ? അപ്പുറത്തുനിന്നൊന്നും കേൾക്കണില്ല. എനിക്ക് മനസ്സിലായി അവൻ കരയാണ്. അത് കേട്ടപ്പോൾ ഞാനും കരഞ്ഞു. അങ്ങനെ ഏതൊക്കെയോ ചേട്ടായിമാരില്ലേ, മറന്നു വെച്ചതോ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോ ആയ ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു മെസ്സേജ്, ഒരു ഫോൺ കോൾ, അയാൾ ധന്യമായി ഉറങ്ങട്ടെ അല്ലേ? ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടി ചെയ്തിട്ട് അവസാനിപ്പിക്കും. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുമോ? എല്ലാവരും കേട്ടോ, ഈ ഹാളിലുള്ള എല്ലാവരും ഒന്ന് ഇരിക്കണം. നിങ്ങളോട് ഫോട്ടോ എടുക്കൽ നിർബന്ധമാണോ? എല്ലാവരും ഒന്ന് നിവർന്നിരിക്കണേ. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളില്ലേ, അയാളെ ഒന്ന് മെല്ലെ തൊടൂ. ശാന്തമായി ഒന്ന് കണ്ണടച്ചു പിടിക്കൂ. നമ്മുടെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കൂ. ശ്വാസം അകത്തേക്കെടുക്കുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ ചെറിയ ഒരു തണുപ്പും, ശ്വാസം പുറത്തേക്ക് കളയുമ്പോൾ മൂക്കിൻ്റെ തുമ്പിൽ ചെറിയ ഒരു ചൂടും അനുഭവപ്പെടും. ആ ചൂടും തണുപ്പും ആസ്വദിച്ചുകൊണ്ട് ഒന്ന് ശ്വാസം എടുക്കും. ഈ തൊട്ട് നിൽക്കുന്ന ഈ മനുഷ്യന് എത്ര സ്നേഹത്തോടെ തൊടാൻ കഴിയുമോ
അത്രയും സ്നേഹത്തോടെ തൊടണം. ഈ മനുഷ്യൻ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രതിനിധിയാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും പ്രതിനിധിയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യന്മാരടക്കമുള്ള മുഴുവൻ മനുഷ്യന്മാർക്കുമുള്ള പ്രതിനിധി. ഈ മനുഷ്യൻ തെറ്റുപറ്റാൻ നല്ല സാധ്യതയുള്ള മനുഷ്യനാണ്. പാപം ചെയ്യാനൊക്കെ സാധ്യതയുള്ള മനുഷ്യനാണ്. അബദ്ധത്തിലേക്കോ അപകടങ്ങളിലേക്കോ ചെന്നു വീഴാൻ സാധ്യതയുള്ള, ഏത് നിമിഷവും സാധ്യതയുള്ള മനുഷ്യനാണ്. പക്ഷേ ഈ മനുഷ്യനെ തൊട്ടുകൊണ്ട് മനുഷ്യൻ്റെ എല്ലാ പോരായ്മകളോടെയും അവരെ സ്വീകരിക്കാനും പിന്നെയും പിന്നെയും മാപ്പ് കൊടുക്കാനും പിന്നെയും പിന്നെയും അവരെ സ്വീകരിക്കാനും പിന്നെയും പിന്നെയും അവരെ മാപ്പ് കൊടുക്കാനും നമ്മളെത്ര കരുണ കാണിക്കുന്നുണ്ടോ അത്രയുമാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വത്തെ നമ്മൾ കാത്തുരക്ഷിക്കുന്നത്. തെറ്റുപറ്റാൻ സാധ്യതയുള്ള മനുഷ്യനാണ്, വീഴ്ച പറ്റാൻ സാധ്യതയുള്ള മനുഷ്യനാണ്. എന്നാലും സാരല്ല, എനിക്ക് ഈ മനുഷ്യനെ വേണം, സാരല്ല, എനിക്ക് ഈ മനുഷ്യനെ വേണം. നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ മുഴുവൻ പ്രിയപ്പെട്ടവരെയും, നമ്മുടെ ആയുസ്സിലേക്ക് വന്ന മുഴുവൻ പ്രിയപ്പെട്ടവരെയും മനസ്സിലൊന്ന് ഓർത്തെടുക്കൂ. നമ്മുടെ ആയുസ്സിലേക്ക് വന്ന മുഴുവൻ മനുഷ്യരെയും, ഏറ്റവും പ്രിയപ്പെട്ടവരായ മനുഷ്യരെയും ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കൂ. അവരാണ് നമ്മൾ ഈ തൊട്ട് നിൽക്കുന്ന മനുഷ്യൻ എന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കൂ. നമ്മുടെ വേരാണ് ഈ മനുഷ്യനെന്ന് വെറുതെ ഒന്ന് സങ്കല്പിക്കൂ. പിന്നെയും പിന്നെയും വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട, വാടാതെ കാത്തു സൂക്ഷിക്കേണ്ട, കരിയാതെ നോക്കേണ്ട വേരാണ് ഈ മനുഷ്യനെന്ന് ഒന്ന് സങ്കല്പിക്കൂ. ജീവിതത്തിൽ കിട്ടിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും ഈശ്വരനോട് മനസ്സിൽ നന്ദി പറയൂ. താങ്ക് യു, താങ്ക് യു ഗോഡ് ഫോർ എവറിത്തിങ്, ഫോർ എവറിത്തിങ്, ഫോർ എവറിത്തിങ്. ഗർഭപാത്രത്തിൽ ഉറവ പൊട്ടുകയും പുറപ്പെടുകയും ചെയ്ത് ജീവിതത്തിൻ്റെ മരണത്തിൻ്റെ അവസാനത്തെ നിമിഷത്തിൽ ഒരു തുള്ളി രുചിക്കുന്നത് വരെ മുഴുവൻ നിമിഷങ്ങൾക്കും ദൈവമേ നന്ദി. നമ്മളാക്കിയ മുഴുവൻ മനുഷ്യന്മാർക്കും നന്ദി. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും നന്ദി. ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾക്ക് നന്ദി. ദൈവമേ, നീ തന്നതിനും തരാതിരുന്നതിനും നന്ദി. ദൈവമേ, നീ തന്നതിനും തരാതിരുന്നതിനും നന്ദി. വരാനിരിക്കുന്ന വർഷം മനസ്സമാധാനത്തോടെ ജീവിതത്തെ പൂർത്തിയാക്കാൻ സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ കണ്ണുമെല്ലാം തുറന്ന് ഈ തൊട്ട് നിൽക്കുന്ന ആളോട് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല വാക്കുകളിലൊരു വാക്ക് താങ്ക് യു എന്ന് ഒന്ന് കൈകൊടുത്ത് സന്തോഷത്തോടെ നല്ലൊരു പുഞ്ചിരിയോടെ അയാൾക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു, താങ്ക് യു. Thank you. Graceful moment, grateful mind. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മഹത്തായ നിമിഷം.
നന്ദി തുളുമ്പി നിൽക്കുന്ന മനസ്സ്.